മഹിയെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം കമ്പനിയെ സേവിച്ചിട്ടുണ്ട് എന്നാണ് ഈ വീടിനകത്ത് ചിലപ്പോഴൊക്കെ കേൾക്കാറുള്ള വർത്തമാനം. അതേപ്പറ്റി കൂടുതലൊന്നും പറയണ്ട. എന്റെ വിവാഹം നടത്തിയത് അമ്മാവനാ. എന്നാ ആ വിവാഹം നടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാവുമെന്ന് ആരും കരുതിയില്ല. ഇനി ഉണ്ടായാൽ തന്നെ എനിക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു നിങ്ങളുടെയൊക്കെ വിശ്വാസം. എന്നുവെച്ചാ മഞ്ജുവിനും ഉണ്ണിക്കും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും എന്റെ സ്വത്തുക്കൾ എന്നെങ്കിലും ഒരിക്കൽ വന്നു ചേരും എന്ന ചിന്തയോടെ അന്നൊക്കെ നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചിരുന്നത്. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ മോനെ. അങ്ങനെ തന്നെ പറയും. നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ കുഴപ്പം കൊണ്ടാ പിന്നീട് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് മഞ്ജുവും സാഗറും തമ്മിലുള്ള ഒത്തുചേരൽ. സ്വന്തം മുറച്ചെറുക്കനാണ് ഈ വീട്ടിലൊരു അംഗത്തെ പോലെയാ മേഘൻ കഴിഞ്ഞിരുന്നത്. അവനെ വിശ്വസിച്ച് കൂടെ വന്ന പെൺകുട്ടിയോട് പോലും അവന്റെ സ്വാർത്ഥതയും അത്യാഗ്രഹവും അവൻ കാണിച്ചു. അതിലുപരി മറ്റു ബന്ധങ്ങൾ അവനുണ്ടെന്ന് മഞ്ജു തിരിച്ചറിഞ്ഞു. അതിനൊക്കെ ശേഷം നിങ്ങൾക്കൊക്കെ മനസ്സിലായി നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ലാന്ന്. അവിടെയാ എല്ലാവരുടെയും മനസ്സിലുള്ള ആ നാഗമുണ്ടല്ലോ, അത് ഭണം നിവർത്തി പുറത്തു വന്നത്. എനിക്കിനി നിന്നോട് തർക്കിക്കാനില്ല കണ്ണാ. ഞാനിപ്പോ ഒരു മാറ്റത്തിന്റെ പാതയിലാണെന്ന് പറഞ്ഞല്ലോ. എന്റെ പെങ്ങളെയും മരുമോനെയും അതുപോലെ എന്റെ വീട്ടിലുള്ളവരെയും ഞാനിപ്പോ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ ഉപദേശിക്കുന്ന ആളിന്റെ മകൾ എന്തിനാ ഇവിടെ വന്നു നിന്നത്? കണ്ണനും മഹിയും തമ്മിൽ അകന്നപ്പോ അവർക്കിടയിലേക്ക് അവളെ തള്ളിവിട്ടത് ആരാ? നിങ്ങളുടെ അറിവോടെ അല്ലാതെ സ്വാതിയോടെ ഒന്നും താമസിക്കോ? അയ്യോ, അത് പിന്നെ അവിടെ അമ്മയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാ. അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. അമ്മായിയുടെ മാത്രമല്ല, ഇവന്റെയും ഇവന്റെ അമ്മയുടെയും തലയുദിച്ച ബുദ്ധിയായിരിക്കും അത്. ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ കാണാനുള്ള ശക്തി ഇല്ലല്ലോ, പിന്നെന്തിനാ പുറത്തിറങ്ങിയത്? അതിന് നിനക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? സാഗർ നിന്റെയൊക്കെ മനസ്സിലുള്ള ചിന്തയാ ഇപ്പൊ വലിച്ച് പുറത്തിട്ടത്. അതിന് നീ എന്തിനിത്ര ചൂടാവുന്നേ? കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി നമ്മുടെ അച്ഛൻ മരിച്ച ശേഷം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന അമ്മാവനോട് ഞാൻ പറയുകയായിരുന്നു, ഇവിടെ ഇങ്ങനെ 7-ാം മാസത്തെ ചടങ്ങ് എന്റെ ഭാര്യയുടെ നടക്കുമ്പോ നീ നിന്റെ ഭാര്യ അമ്മയൊക്കെയാടാ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടത്. അത്രത്തോളം നിന്നെ ചുമലിലേറ്റി നടന്ന ഒരു ഏട്ടനാ ഞാൻ. നിന്റെ അമ്മ പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗൃഹനാഥൻ മരിച്ചു പോയെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് കണ്ണനാ എല്ലാം ചെയ്യുന്നേന്ന്. ആ, ദേ വരുന്നു. നിന്റെ അമ്മയോട് ചോദിക്കും.